നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നവഗ്രഹങ്ങളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമായ ബുധന് രാശിമാറ്റം സംഭവിക്കുകയാണ്. ബുധൻ ധനു മാസത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത്. ബുധന്റെ ഈ മാറ്റം ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിന് സഹായകരമായി തീരും. പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ബുധന്റെ രാശിമാറ്റം അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഇവർക്ക് സഹായകരമായി തീരും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പുരോഗതി, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരുന്ന സമയം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ, പ്രയാസങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് എങ്കിൽ പോലും ചില മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. ആവശ്യത്തിനുള്ള ധനം കൈകളിലേക്ക് ലഭിക്കാത്തതായ സാഹചര്യം, പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റി വച്ചിരിക്കുന്നതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന സമയം. വിദ്യാർത്ഥികൾക്ക് പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും ചില മാറ്റങ്ങളാണ് വന്നു ചേരുക. കൂടാതെ സമ്പത്തിൽ ഇവർക്ക് വർധനവ് വന്നു ചേരാം. പല കാരണങ്ങൾ കൊണ്ടും സമ്പത്തിൽ നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. അത് ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതായ പണം തിരികെ ലഭിക്കുക, പ്രതീക്ഷിക്കാതെ തന്നെ പുതിയ അവസരങ്ങൾ, പുതിയ കരാറുകൾ ലഭിക്കുക, ജോലിയിൽ ഉയർച്ച നേടുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ വിജയിക്കുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും ആ വിജയങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം, അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പോലും കാരണമായി തീരാം. ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ചില പ്രശ്നങ്ങൾ ചെറുതാണ് എങ്കിലും അത് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നു, മനസ്സിനെ ശരിയായ രീതിയിൽ നിലനിർത്തുവാൻ സഹായകരമാകുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷം, പരിചരണം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും അത് എപ്രകാരം തരണം ചെയ്യണം എന്ന കാര്യം പലർക്കും അറിയാവുന്നതല്ല, അല്ലെങ്കിൽ ആ സമയം പലരും പതറിപ്പോകുന്നതാണ്. എന്നാൽ ഈ മാറ്റം നിങ്ങൾക്ക് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ശക്തി നൽകും. യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി വന്നേക്കാം. എന്നാൽ ആ യാത്രകൾ മൂലം അനുകൂലമായ ഫലങ്ങൾ, അത് ധനപരമായ നേട്ടങ്ങളോ തൊഴിൽപരമായോ ബിസിനസ് പരമായോ നിങ്ങൾക്ക് നേട്ടമായി മാറും, അല്ലെങ്കിൽ പല അവസരങ്ങൾക്കും കാരണമായി തീരാം. ഇത്തരത്തിൽ പൊതുവിൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇടവം രാശിയിൽ വരുന്ന വ്യക്തികൾക്കും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലവിധ പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. സാമ്പത്തിക ബാധ്യതകളുണ്ട്, സാമ്പത്തിക പരാധീനതകൾ ജീവിതത്തിലുണ്ട്. പല വ്യക്തികളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യം. ഇതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായ അവധി ലഭിക്കാം, അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം ബാധ്യതകൾ തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതൊരു അല്പമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില കാര്യങ്ങൾ അത്തരത്തിൽ അനുകൂലമായി തീരും.
ജോലി ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ താൽക്കാലികമായ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് ആ സ്വപ്ന ജോലിക്കായുള്ള ശ്രമങ്ങളിൽ നിങ്ങൾ മുഴുകുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യം. ഒരു പരിധിവരെയെങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. പലപ്പോഴും സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും എങ്കിലും അതിനധികം ആയുസില്ല എന്നതാണ് വാസ്തവം. മറ്റൊരു പ്രശ്നം, മറ്റു ചില ചിന്തകൾ ആ സന്തോഷത്തെ നശിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരം മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും സന്തോഷം നിലനിർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും ശുഭകരമായ വാർത്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ചെയ്യണം, ഉത്സാഹത്തോടെ മുന്നോട്ട് പോകണം എന്ന ഒരു ചിന്ത നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ അകലുന്നതിനോടൊപ്പം സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യാം. നൽകിയിരിക്കുന്നതായ വായ്പകൾ തിരികെ ലഭിക്കുക, കൈവായ്പകളാണ് എങ്കിലും തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക. അതിനാൽ തന്നെ സമ്പത്ത് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കുള്ള ധനം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കൈകളിലേക്ക് വന്നു ചേരാം. താൽക്കാലികമായ സഹായങ്ങൾ ലഭിക്കാം. കൂടാതെ ഈ സമയം പിന്തുണ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ സാഹചര്യം. സുഹൃത്തുക്കൾക്ക് പോലും നിങ്ങൾ ആവശ്യപ്പെടുന്നതായ രീതിയിൽ സഹായിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവരെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ പിന്തുണ നൽകുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിലും അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യം. പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും അകരണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം. ഇത്തരത്തിൽ പല വിഷമങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഈ സമയത്ത് വന്നു ചേർന്നിരിക്കുന്നതായ ഈ മാറ്റം പല പ്രതിസന്ധികളും അകലുന്നതിന് കാരണമായി തീരാം. ഒരു പരിധിവരെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം. ആഗ്രഹിച്ച രീതിയിൽ വളരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് സമ്പത്ത് വർദ്ധിക്കുന്നതിനോ ജോലിയിൽ ഉയർച്ച നേടുന്നതിനോ ജോലി ലഭിക്കുന്നതിനോ സാഹചര്യങ്ങൾ ഒരുങ്ങും, അനുകൂലമായി തീരും. പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. അത് തൊഴിൽ മേഖലയാകാം, ബിസിനസ് ആകാം, വിദ്യയാകാം. അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. വിദേശത്തേക്ക് പോകണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ സാഹചര്യവുമുണ്ട്. ധനപരമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകാതെ തടസ്സങ്ങളാൽ വലയുന്നതായ അവസ്ഥകളുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. സാമ്പത്തിക പ്രതിസന്ധികൾ അകലുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ വളരാനുള്ള സാധ്യതകളും നിങ്ങൾക്ക് തെളിയും. അനുയോജ്യമായ സാധ്യതകളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സഹായധനമാണ് എങ്കിലും ആവശ്യത്തിനുള്ള ധനമാണ് എങ്കിലും തീർച്ചയായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കൈകളിലേക്ക് വന്നു ചേരാം. ജോലിയിൽ ശരിയായ രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. പലപ്പോഴും സന്തോഷത്തിന് ആയുസില്ല എന്ന് ആലോചിച്ച് ദുഃഖിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഈ രാശിമാറ്റത്താൽ കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു.